സിൻഡിക്കേറ്റ് വി സിയെ വാസ്തവത്തിൽ ഉപദേശിക്കുന്ന സമിതിയാണ്. വെന്നെവർ ദർ ഈസ് നോ സിൻഡിക്കേറ്റ്, വി സി ഈസ് ദ സിൻഡിക്കേറ്റ്. വെന്നെവർ ദർ ഈസ് നോ സെനറ്റ്, വി സി ഈസ് ദ സെനറ്റ്. വെന്നെവർ ദർ ഈസ് നോ അക്കാഡമിക് കൗൺസിൽ, വി സി ഈസ് ദ അക്കാഡമിക് കൗൺസിൽ. അത് ആ നിയമമാണ്. ആ നിയമം തെറ്റാണോ ശരിയാണെന്ന് എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് അത് മാത്രവുമല്ല, ഈ നിയമത്തിൽ പറയുന്നത് വി സിക്ക് തീരുമാനമെടുത്തിട്ട് അതാത് സമിതികൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. സ്നേഹിത, നിങ്ങൾ ഏത് പത്രത്തിൽ നിന്നാ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത്. അത് സിൻഡിക്കേറ്റിന് അധ്യക്ഷത വഹിക്കുന്നത് വി സി തന്നെയാണ്. അതാ കൈരളിയായ മറ്റുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്. റൂളുണ്ട്, റെഗുലേഷൻ ഉണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും, ഇറ്റ് ഹാസ് ടു ബി ചെയർഡ് ബൈ ദ വൈസ് ചാൻസലർ. ചിലപ്പോൾ വൈസ് ചാൻസലർക്ക് സീരിയസ് അസുഖം വരാം. അപ്പോൾ വൈസ് ചാൻസലർക്ക് മറ്റൊരാളെ നിയോഗിക്കാം. അല്ലാതെ ചാൻസലർ ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ ചെയർ ചെയ്യാണെന്നൊക്കെ പറയുന്നത് വെള്ളരിക്കപ്പെട്ടണമല്ല സുഹൃത്തെ. ഭരണപരമായും അക്കാഡമിക്കായും യൂണിവേഴ്സിറ്റി വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതല്ലേ? വൈസ് ചാൻസലർ അല്ല. ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കാല് വെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കയറുമോ? ഞാൻ കയറില്ല. മാത്രമല്ല, എന്റെ കാല് വേണമെങ്കിൽ വെട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ കാല് വെട്ടാൻ വരുന്നവരുടെ കാല് പോലീസ് വെട്ടും. അപ്പൊ എനിക്ക് അതും വേണ്ട എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ പേരിൽ ഒരു വയലൻസ് ഉണ്ടാകരുത് എന്ന് 100% നിർബന്ധമാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന മെഡിക്കൽ ഡോക്ടറാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായി ജോലി ചെയ്ത ആളാണ്. എനിക്കറിയാം എന്താണ് വൈദ്യശാസ്ത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ന്യൂസ് മലയാളം കുഴപ്പമില്ല. സ്നേഹിതനേതാ 24 കുഴപ്പമില്ല. അല്ല, കാരണം നിങ്ങളിൽ മര്യാദ കേടല്ല, നിങ്ങൾ മര്യാദ കേടുള്ള ന്യൂസ് പറയുന്ന ആളുകൾ കൊണ്ടാണ്. നിങ്ങൾക്ക് മര്യാദ കേട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. വിദ്യാർത്ഥികളോട് ബാധ്യതയില്ലെങ്കിൽ ഞാൻ ഇത്രയും പേരെ നിങ്ങളോട് മുമ്പ് വർത്താനം പറയോ? വൈ ഷുഡ് ഐ ടോക്ക് ടു യു? ഞാനിപ്പോ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുമല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ അദ്ദേഹം പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ അസാധാരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പേര് പറയുന്നു, SFIയുടെ പേരെടുത്തു പറയാതെ അവരെ വിമർശിക്കുന്നുണ്ട്. ഗുണ്ടകളെന്നുള്ള പരാമർശം വരുന്നു. ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നു ആ പ്രതികരണത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അവിടെ ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നു. 2800ഓളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ അവിടുത്തെ പോരിന് തൊട്ടു പിന്നാലെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെ അത്ര എണ്ണമില്ല, പക്ഷേ 500ഓളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒരുപക്ഷെ കെട്ടിക്കിടക്കുന്നുണ്ടാകാം. അതൊക്കെ തനിക്ക് വളരെ വേഗത്തിൽ ഒപ്പിട്ടയക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടേക്ക് എത്താൻ കഴിയുന്നൊരു സാഹചര്യമില്ല. താൻ ഒരു ഡോക്ടറാണ്, അതുകൊണ്ടൊരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. താൻ അവിടെ എത്തിയാൽ അത് സംഘർഷത്തിന് കാരണമാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താത്തത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. തൃശൂർ രാമനിലയത്തിലെത്തി അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ പോരിൽ താൻ പിന്നോട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. രജിസ്ട്രാറുടെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. KS അനിൽകുമാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നടപടികളെയും വിമർശിക്കുന്നുണ്ട്.